today's class we are going to discuss about electrical double layer. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന ഒരു പോർഷൻ ആണ്. അപ്പോൾ ഇതിന്റെ ഫർദർ ഡിസ്കഷനിൽ ഫസ്റ്റ് യൂണിറ്റിൽ ഒരു ചെറിയ പോർഷൻ വരുന്നുണ്ട്. എന്താണ് അയോൺ ഇൻ വിസിനിറ്റി ടു പൊട്ടൻഷ്യൽ. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഇൻ വിസിനിറ്റി ഓഫ് ആൻ അയൺ. അപ്പോൾ അതും കൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. തീറ്റ പൊട്ടൻഷ്യൽ എന്താണെന്നൊക്കെ ഉള്ളത് PSC നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇഫ് യു ആർ ഹാവിങ് ആൻ ഇലക്ട്രോഡ് and if it is immersed in an electrolyte solution, there arises a potential difference at the electrode-electrolyte interface. ഈ ഇന്റർഫേസിൽ നടക്കുന്ന പ്രോസസ്സാണ് ഇലക്ട്രോകെമിസ്ട്രിയുടെ ബേസിക് ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ there should be an electrical double layer creation. അപ്പോൾ ഈ electrical double layer creation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know that water is a vector which is having both positive and negative ions. So അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്ന സമയത്ത് they are randomized in the whole of the solution. So it is electrically neutral because they are equally distributed in the given volume. So there is an electrical neutrality. But the electrolyte comes in contact with the new phase. നമ്മളിപ്പോൾ ഒരു electrode introduce ചെയ്യുകയാണെങ്കിൽ either side of the boundary becomes charged and they are equal and opposite. അപ്പോൾ നമുക്ക് ഒരു electrode നമ്മൾ introduce ചെയ്യുകയാണ് to electrolyte solution, like water molecules ആയിക്കോട്ടെ, electrolytes ഒന്നുമില്ല, just water ആണെങ്കിൽ കൂടിയും a new surface is introducing to the solution, it will disturb the neutralized state. റാൻഡം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യും. സോ ദർ ഷുഡ് ബി ആൻ അലൈൻമെന്റ്. അപ്പോൾ ആ വാട്ടർ മോളിക്യൂൾസിനെ അത് ഫോഴ്സ് ചെയ്ത് ഒരു അലൈൻമെന്റിന് അത് എന്താക്കും, ഒരു അലൈൻമെന്റിൽ water molecules vector quantity ആണ്. So they will be aligned in a particular direction because of this foreign body. Okay, അപ്പോൾ ഇവിടെ one phase എന്ന് പറയുന്നത് heterogeneous phase ആണ്. അതായത് നമ്മുടെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് this is in the solid phase and water is in the liquid phase. So it is a heterogeneous phase. അപ്പോൾ ഒരു ഇലക്ട്രോഡ് ആണ്, ഒന്ന് ഇലക്ട്രോലൈറ്റ് ആണ്. This is an electronic conductor and this is an ionic conductor. അപ്പോൾ നോക്കി, ഇലക്ട്രോണിക് കണ്ടക്ടറിന് we can charge by the supply of external potential. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് either പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് നമ്മൾ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ we will supply പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ നമ്മൾ സപ്ലൈ ചെയ്യാണ്. സോ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രോഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് അതൊരു ഫോഴ്സ് ചെയ്തിട്ട് ഒരു അലൈൻമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും അവിടെ. ഓട്ടോമാറ്റിക് ക്രിയേഷൻ ആണ്. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യണം, either പോസിറ്റീവ് ഓർ നെഗറ്റീവ്. സോ ദിസ് ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോഴ്സ് ടു അലൈൻ ആസ് പെർ ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ഇലക്ട്രോഡ്. ഓക്കെ, നമ്മളിപ്പോൾ ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജാണ് സപ്ലൈ ചെയ്തതെന്ന് വെച്ചോളൂ. സോ ഇലക്ട്രോലൈറ്റ് സർഫസിലുള്ള പോസിറ്റീവ് ഇറ്റ് വിൽ ബി അലൈൻഡ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദിസ് ഇലക്ട്രോഡ്. അപ്പോൾ there arises a potential difference at this electrode-electrolyte interface. അപ്പോൾ ഇത് ഇലക്ട്രോഡാണ്. അല്ലേ, നമ്മുടെ ഇലക്ട്രോഡിന്റെയും ഇലക്ട്രോലൈറ്റിന്റെയും ഇന്റർഫേസിൽ there arises a potential difference. ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ ചാർജ് സെപ്പറേഷനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. സോ the ion in vicinity of the electrode feels a different force when compared with ion in the bulk of the solution. അപ്പോൾ നമ്മൾ ഈ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അയോൺസ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്സിൽ ഇഷ്ടംപോലെ അയോൺസ് ഉണ്ട്. ബട്ട് ദ അയോൺസ് വെരി ക്ലോസ് ടു ദ ഇലക്ട്രോഡ് സർഫസ് ഫീൽസ് എ ഡിഫറെന്റ് ഫോഴ്സ് ഫ്രം ദ ions in the bulk solution.
So the property of the interface region is entirely different from that of the bulk. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ bulk എന്ന് പറയുന്നത്. This is the interface. So this is the bulk. അപ്പോൾ ബൾക്കിലുള്ള അയോൺസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് the ions very close to the electrode surface is experiencing a different force. So the entire property of the interface bulk is different from that of the interface. The arrangement of the particle depend upon the force acting on the new forces acting on the electrode electrolyte interface give rise to new arrangement of the solvent molecule. അപ്പം ഈ new forces in the ഭാഗമായിട്ട് there will be an arrangement of the solvent molecules also and charge species. So there arises a net orientation of the solvent dipoles and a net or excess charge on the lamina parallel to the planar electrode. അപ്പോൾ അയോൺസും ഉണ്ട് ഇലക്ട്രോലൈറ്റ്സിലുള്ള സോൾവെന്റ് മോളിക്യൂൾസും ഉണ്ട്. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഭാഗമായിട്ട് there will be an arrangement of these ions and solvent molecules. So നേരത്തെ നമ്മൾ പറഞ്ഞു electrolyte as a whole it is electrically neutral, but this electrical neutrality has broken down due to the introduction of this electrode. Thus electrode side become charged or electrified എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് the ions and the solvent molecules are forced to align according to the potential we are applying. And that is why we can say the solvent molecules get electrified ആയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Okay. So ആ പൊട്ടൻഷ്യൽ വരയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ് ആണ്. ഇവിടെയാണെങ്കിൽ no net dipole orientation. So നമ്മൾ പൊട്ടൻഷ്യൽ ഒരു ഇലക്ട്രോഡ് കൊണ്ടുവരുന്നതിന് മുമ്പ് നോ നെറ്റ് ഡൈപോൾ ഓറിയന്റേഷൻ ആയിരുന്നു. എന്നാൽ ഇലക്ട്രോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഡൈപോൾസിന് ഓറിയന്റേഷൻ വരും. അത് കഴിഞ്ഞ് മെറ്റൽ എന്ത് ചെയ്യണം, നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യണം, മെറ്റലിന് ഒരു പൊട്ടൻഷ്യൽ ചാർജ് ഡെവലപ്പ് ആവും. അതിനനുസരിച്ച് there will be an induction of charge on the solution side. So development of charge separation at the electrode electrolyte interface and a potential difference development happens at the electrode electrolyte interface. അപ്പോൾ ഇത് നമ്മൾ പൊട്ടൻഷ്യൽ ഫോഴ്സ് എക്സ്റ്റേണൽ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ സപ്ലൈ ചെയ്യാതെയും ഇതുപോലെ സംഭവിക്കാം. വിത്ത് സോളിഡ് മോളിക്യൂൾസിന്റെ ഓറിയന്റേഷൻ കാരണം ഒരു ഇക്വിലിബ്രിയം എത്തിയാലും നമുക്കവിടെ ഇലക്ട്രോൺസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ട്രാൻസ്ഫർ നടക്കും. ജസ്റ്റ് വെറും സോൾവെന്റ് മോളിക്യൂൾസിൽ ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടി. അപ്പോൾ നമ്മൾ സോൾവെന്റ്സിന്റെ ഫോഴ്സ് ചെയ്ത ഓറിയന്റേഷൻ നടത്തിയിട്ട് അവിടെ ഒരു ഡബിൾ ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇഫ് യു ആർ സപ്ലൈങ് പൊട്ടൻഷ്യൽ എക്സ്റ്റേണലി we are forcing the dipoles and ions in the electrolyte solution to be aligned according to the potential of the electrode, the potential we are giving. അതായത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് അതിൻ്റെ പോസിറ്റീവ് ഇലക്ട്രോഡ് സൈഡിലും നെഗറ്റീവ് സൊല്യൂഷൻ സൈഡിലും വരും. നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് സൈഡ് ഓൺ ദ സൊല്യൂഷൻ ഫേസ്. അങ്ങനെ ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഈസ് ക്രിയേറ്റിംഗ് അറ്റ് ദ ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസ്. This is a video of electrical double layer creation. Particle
will be a reaction at the solid-liquid interface. Both parts, the solid and the liquid part, ഇതിപ്പം നമ്മൾ പാർട്ടിക്കിൾസ് ഇലക്ട്രോലൈറ്റ് ഫേസിൽ ഇരിക്കുമ്പോഴുള്ള ഇമേജാണ് കാണിക്കുന്നത്. ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസിൽ നടക്കുന്നത്. ഇത് നാനോ പാർട്ടിക്കിൾസിന്റെ കേസ് വെച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മൾ സോളിഡിൽ നെഗറ്റീവ് ചാർജസ് ഉണ്ടെങ്കിൽ അത് ലിക്വിഡ് ഫേസിലുള്ള പോസിറ്റീവ് ചാർജസിനെ ഫോഴ്സ് ചെയ്തിട്ട് അതിന്റെ പാരലലായിട്ട് ഓറിയന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യാം. Water contains ions of dissolved salts. Attracted by the surface charge, these ions gather around the particle. For creating an electrical neutrality, നമ്മുടെ അയോണിന്റെ അല്ലെങ്കിൽ നമ്മുടെ സോളിഡ് സർഫസിന്റെ ചുറ്റും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെയാണ് സ്റ്റേഷനറി ലെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിക്സഡ് ലെയർ എന്ന് നമ്മൾ പറയാറുണ്ട്. They are rather big and cannot neutralize the surface charge completely. A residual anionic charge remains. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ബൾക്കായിട്ട് കാണിക്കുന്നതിനാണ് നമ്മൾ ഡിഫ്യൂസ് ലെയർ എന്ന് പറയുന്നത്. So that a second layer develops around the particle. This layer is further away from the particle's surface. The attractive force of the anionic charges get weaker with the distance. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഈ ഫോഴ്സസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും. അപ്പോൾ ഇത് സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഡിഫ്യൂസ് ലെയർ. അപ്പോൾ ഫസ്റ്റ് ലെയർ സ്റ്റേഷനറി ലെയറും സെക്കൻഡ് ലെയർ ഡിഫ്യൂസ് ലെയറുമാണ്. അപ്പോൾ ഈ ഡിഫ്യൂസ് ലെയറിൽ കൗണ്ടർ അയോൺസ്, പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ആണ്. സ്റ്റേഷനറി ലെയറിൽ എന്ന് പറയുന്നത് നമ്മുടെ സോളിഡ് സർഫസിന് പാരലലായിട്ട് ഉള്ള ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്ന സ്റ്റേഷനറി ലെയറിൽ. Potential difference is created and can be Next we are going to discuss about polarizable and non-polarizable electrodes. And non-polarizable electrodes. ഈ പോളറൈസബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്കിംഗ് ഇലക്ട്രോഡ്സിനെ നമ്മൾ കൂടുതലും പോളറൈസബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് വർക്കിംഗ് ഇലക്ട്രോഡ്സിന്റെ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പോളറൈസബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറയും. നോൺ പോളറൈസബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നതാണ് റെഫറൻസ് ഇലക്ട്രോഡ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ അനുസരിച്ച് ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ ചേഞ്ച് ആയില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ പോളറൈസബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറയും. അപ്പൊ നമ്മുടെ ഈ ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതെന്ന് പറയുന്നത് we can represent as with the help of some electrical components വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇലക്ട്രിക്കൽ കമ്പോണൻസ് വെച്ചിട്ട് like capacitor and resistor. ഇതിനെയാണ് നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട്സ് എന്ന് പറയും. അതായത് ഇലക്ട്രിക്കൽ കമ്പോണൻസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട്സ് എന്ന് പറയും. സോ നമ്മുടെ ഇലക്ട്രിക്കൽ ഡബിൾ ലെയറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ഇസ് എ കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ ഇൻ പാരലൽ അറേഞ്ച്മെന്റ്. Okay. So for a polarizable electrodes-നാണെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if you are supplying an external potential, a charge is developed at the capacitor. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ അനുസരിച്ച് ഇവിടുത്തെ കപ്പാസിറ്ററിന് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ പോളറൈസബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻ ദ കേസ് ഓഫ് നോൺ പോളറൈസബിൾ ഇലക്ട്രോഡ്സ് നമ്മൾ
സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ്സ് പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ഇലക്ട്രോഡ്, മെർക്കുറി, മെർക്കുറസ് ക്ലോറൈഡ് ഇലക്ട്രോഡ്സ്, അങ്ങനെയുള്ള ഇലക്ട്രോഡ്സിനെയാണ് നമ്മൾ നോൺ പോളറൈസബിൾ ഇലക്ട്രോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് ടു 0 അല്ലെങ്കിൽ ലോ എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ പൊട്ടൻഷ്യൽ വി ആർ അപ്ലൈങ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ ചാർജ് ലീക്കേജ് ഹാപ്പൻസ് അറ്റ് ദ ഇലക്ട്രോഡ് ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസ്. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ അനുസരിച്ച് ഈ കപ്പാസിറ്ററിന് ചാർജ് ഡെവലപ്പ് ചെയ്യില്ല. സോ അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ആ ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചബിൾ. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിട്ടുള്ള പൊട്ടൻഷ്യൽ തന്നെയാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ്സിനുള്ളത്. അതിൽ പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്താൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ ഹിയർ ദ കപ്പാസിറ്റർ does not develop charge because the resistance tending to 0. Such electrodes are called non-polarizable electrodes. പിന്നെ പറയുന്നത്, next we are going to discuss about the different types of potentials. Electrical potential നിങ്ങൾ സിലബസിൽ പറയുന്നുണ്ട്. Electrical potential and potential in vicinity of an ion. അപ്പോൾ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വേറൊരു ടേമിൽ നമ്മൾ പറയാറുണ്ട് ഇലക്ട്രോ കെമിക്കൽ പൊട്ടൻഷ്യൽ. സോ ഒരു അയോണിൽ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ നിൽക്കുന്ന അയോണിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊട്ടൻഷ്യൽസ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. For example, consider a unit test charge away from the electrode surface. The forces acting on the test charge are of two types. One is the long range force, that is called Coulombic forces, and the other is the short range force. Short range forces എന്ന് പറഞ്ഞാൽ it is the interaction between the particle and the dipole layer. Okay. The first is the outer potential അല്ലെങ്കിൽ volta potential എന്ന് പറയും. Outer potential is represented as psi or volta potential എന്ന് പറയാറുണ്ട്. Work done in bringing a unit positive charge from infinity to a point P defines the potential at the point. That is, psi is equal to minus infinity to 0 fx dx. The potential just outside the charged electrode is outer potential. അപ്പോൾ ഈ ചാർജ്ഡ് ഇലക്ട്രോഡിന്റെ ഔട്ട്സൈഡ് റീജിയനിൽ വരുന്നതാണ് നമ്മൾ ഔട്ടർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ട പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അവിടെ രണ്ട് ടൈപ്പ് നമുക്ക് പറയാനുണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് psi ഡെൽറ്റ എം എസ്. ഡെൽറ്റ psi എന്ന് പറയുന്നത് മെറ്റലിന്റെയും സൊല്യൂഷന്റെയും, psi എന്ന് പറയുന്നത് ഔട്ടർ പൊട്ടൻഷ്യൽ ആണ്. ഔട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെറ്റലിലുണ്ട് ചാർജ്, സൊല്യൂഷൻ ഫേസിലുണ്ട് ചാർജ്. While bringing the unit positive charge from infinity to a point P, we have to consider the effect of charge solution phase. അപ്പം ചാർജ് സൊല്യൂഷൻ ഫേസ്, അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് കൊണ്ടുവരുന്നെങ്കിൽ we have to consider the charge of the solution phase. സൊല്യൂഷൻ ഫേസിലുള്ള ചാർജിന് എഗൈൻസ്റ്റ് ആയിട്ട് വേണം നമുക്കിത് കൊണ്ടുവരാൻ. So psi has a contribution from the metal and the solution part. അപ്പോൾ psi മെറ്റലിന്റെ ചാർജിലുള്ള പാർട്ടും ഉണ്ട്, സൊല്യൂഷനിലെ ചാർജിലുള്ള പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ഡെൽറ്റ എം എസ് psi is equal to
psi m minus psi s. So that is the Volta potential. Next is the surface potential psi. Psi അല്ല chi, surface potential. എന്ന റെപ്രസെന്റ് chi എന്നാണ് പറയുന്നത്. അപ്പോൾ ഔട്ടർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് is not only the contribution to the electrolyte potential difference, also the dipole contribution must be analyzed. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മെറ്റലിന്റെ ചാർജും സർഫസിന്റെ സൊല്യൂഷനിലെ ചാർജും ഡിഫറൻസ് ആണ് ഔട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ യഥാർത്ഥ എക്സ്പീരിയൻസിൽ we have to consider the dipole contribution. To give the total electrolyte potential difference. Work has to be done with the surface layer to bring the charge from surface layer on the electrolyte, and the corresponding potential is the surface potential or dipole potential എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഡൈപോൾ മൊമെന്റ്സ്, അതായത് ഡൈപോളിന്റെ എഗനിസ്റ്റ് ആയിട്ടും കൂടെ നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സോ വി ഹാവ് ടു കൺസിഡർ ദ എഫക്ട് ഓഫ് ഡൈപോൾ. സോ ഇതിനെ നമ്മൾ സർഫസ് പൊട്ടൻഷ്യൽ നമ്മൾ ഡൈപോൾ പൊട്ടൻഷ്യൽ എന്നും പറയാറുണ്ട്. That is, it is represented as m s. So potential difference across the electrolyte interface, dipole potential difference ആണ്. Next is the inner potential difference. Inner potential difference, it is also called galvanic potential. It is represented as phi or galvanic potential. For charge separation and dipole orientation are the only two sources of potential difference across the electrified interface. അപ്പോൾ രണ്ട് നേരത്തെ പറഞ്ഞു വോൾട്ട പൊട്ടൻഷ്യലും സർഫസ് പൊട്ടൻഷ്യലും, ഈ രണ്ടിനകത്തിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ഗാൽവനിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ നമ്മൾ ഇലക്ട്രോഡ് സർഫസിലോട്ട് കൊണ്ടുവരണമെങ്കിൽ we have to overcome this volta potential and the surface potential. So ഈ ടോട്ടൽ എഫക്റ്റിനെയാണ് നമ്മൾ ഇന്നർ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ അത് ഇന്നർ ലെയർ കൂടെ കടന്ന് നമ്മൾ ഇലക്ട്രോഡ് സർഫസിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ആ ടോട്ടൽ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ഇന്നർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. So potential difference across the electrified interface, therefore two contributions can be summed to give the total potential difference across the electrolyte interface. അപ്പോൾ ഈ രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും കൂടെ സമ്മിനെയാണ് നമ്മൾ ഗാൽവനിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ psi m s is equal to delta psi plus delta chi. ഇത് phi, ഇത് psi, ഇത് chi. But three types of potentials are acting on the ions. അപ്പം ഈ ions എന്ന് പറയുന്നത് two types of forces are acting on it, long range forces and short range forces. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഒരു പോസിറ്റീവ് ചാർജിന് നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ we have to do some work. അപ്പോൾ അതിനെയാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്നർ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ നമ്മൾ അതിനെ വോൾട്ട പൊട്ടൻഷ്യൽ എന്ന് പറയാറുണ്ട്. വോൾട്ട പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്മൾ മെറ്റലിന്റെ സർഫസിലുള്ള ചാർജും സൊല്യൂഷൻ ഫേസിലുള്ള ചാർജും വി ഹാവ് ടു കൺസിഡർ. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ ഈ രണ്ട് ചാർജസിന്റെയും കോൺട്രിബ്യൂഷൻ വി ഹാവ് ടു കൺസിഡർ. സോ നമ്മൾ വോൾട്ട പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദ മെറ്റൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അറ്റ് ദ സൊല്യൂഷൻ ഫേസ്. സർഫസ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we have to consider the dipole contribution. ആ dipole contribution മെറ്റൽ സൈഡിന്റെയും സൊല്യൂഷൻ സൈഡിന്റെയും വരുന്നതാണ് നമ്മൾ സർഫസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ psi m is equal to psi m minus
phi s ആണ് ഡൈപോൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇന്നർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിന്റെയും കോമ്പിനേഷൻ അല്ലെങ്കിൽ ഗാൽവനിക് പൊട്ടൻഷ്യൽ എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് phi. So it is a total sum of the galvanic potential and surface potential. So these are the potentials acting on vicinity of a particular ion. Next is the electrochemical potential. Electrochemical potential എന്ന് പറഞ്ഞാൽ it is represented as mu. അപ്പോൾ നമ്മൾ എടുക്കുന്ന സൊല്യൂഷനിൽ പ്രത്യേകിച്ച് ഒരു ചാർജും ഇല്ല എന്ന് കൺസിഡർ ചെയ്യുക. Okay. Consider the experiment in which the test charge brings from infinity to electrode surface. Infinity to electrode ലോട്ട് നമ്മുടെ ടെസ്റ്റ് ചാർജ് മൂവ് ചെയ്യണം. Okay. In which the solution phase is free of charges. അപ്പോൾ ആ സമയത്ത് chi and psi becomes 0. So 0 electric work is done. Electrical work എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. The electric work ആണ്. But in solution there are other type of interaction due to ion solvent interaction, ion interaction, solvent interaction. All these interaction can be summed together and called chemical അല്ലെങ്കിൽ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് പറയാം. That is mu. Okay. അപ്പോൾ കെമിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് എ പർട്ടിക്കുലർ സ്പീഷീസ് എന്ന് പറയുന്നത് it is a work done to bring a mole of I particles from infinity to the bulk of an uncharged dipole layer. ഇൻഫിനിറ്റിയിൽ നിന്ന് അൺചാർജ്ഡ് ഡൈപോൾ ലെയർ കൂടെ നമ്മൾ മെറ്റീരിയൽ ഫേസിലോട്ട് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയേണ്ട ഐ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാലും മതി. ഐ പാർട്ടിക്കിൾസ് ഫ്രം ഇൻഫിനിറ്റി into the bulk of an uncharged dipole layer. അപ്പോൾ പ്രത്യേകിച്ച് ചാർജസ് ഒന്നും ഇല്ലാത്ത ഒരു ഇലക്ട്രോലൈറ്റ് സർഫസിലെ ഐ പാർട്ടിക്കിൾസിനെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള വർക്കിനെയാണ് നമ്മൾ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തതിന് ശേഷം വരുന്ന ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് we have to consider this chemical പാർട്ടും നമ്മൾ കൺസിഡർ ചെയ്യണം, ഇലക്ട്രിക്കൽ പാർട്ടും കൺസിഡർ ചെയ്യണം. Okay, but total work in taking a mole of charge from infinity in vacuum into the bulk to the surface എന്ന് പറയുന്നത് electrical work plus chemical work. So total work എന്ന് പറയുന്നത് chemical work plus electrical work per mole of the species. That is mu is equal to mu bar. Mu plus Z F psi. Mu bar എന്ന് represent ചെയ്യുന്നത് electrical potentialനെയാണ്. Electrochemical potential ആണ്. Electrochemical potentialന്റെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ chemical potential plus electrical potential. Electrical work എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a work bringing unit charge from infinity to a particular point B. The presence of ഏതൊക്കെയാണ് നമ്മുടെ വോൾട്ട പൊട്ടൻഷ്യലും ഉണ്ട്, സർഫസ് പൊട്ടൻഷ്യൽ. അതിന്റെ ടോട്ടൽ സം ആണ് നമ്മൾ ഗാൽവനിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എഗനിസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് പോസിറ്റീവ് ചാർജിനെ ഫ്രം ഇൻഫിനിറ്റി ടു എ പർട്ടിക്കുലർ പോയിന്റ് പി അല്ലെങ്കിൽ മെറ്റൽ സർഫസിലോട്ട് കൊണ്ടുവരുന്ന വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ വർക്കെല്ലാം നമ്മൾ എന്താണ് സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പം കറണ്ടും പൊട്ടൻഷ്യലും ഡൈപോൾസും ഒക്കെ 0 ആയി. പക്ഷെ എന്നാലും നമ്മൾ ഒരു ടെസ്റ്റ് ചാർജിനെ ഒരു പർട്ടിക്കുലർ
പോയിന്റിലോട്ട് കൊണ്ടുവരണമെങ്കിൽ we have to overcome the ion-ion interaction, ion-dipole interaction, dipole-dipole interaction, solvent-solvent അങ്ങനെ പല തരത്തിലുള്ള കെമിക്കൽ ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ കെമിക്കൽ വർക്ക് എന്ന് പറയുന്നത്. സോ ടുഗദർ ആണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ mu plus ZF into psi plus psi. Okay, that is the electrochemical potential. Now next we are going to discuss about the structure of double layer. But double layer na നമ്മൾ പറഞ്ഞു ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസിൽ ഫോം ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടാകുന്നതിനാണ് ഡബിൾ ലെയർ എന്ന് പറയുന്നത്. ആ ഡബിൾ ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തിയറീസ് വഴിയാണ് ഡബിൾ ലെയറിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഡിഫറെൻറ്റ് തിയറീസ് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ഡബിൾ ലെയർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ 3 മോഡൽസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് എ ഹെൽംഹോൾട്സ് മോഡൽ. അല്ലെങ്കിൽ ഈ മോഡൽ നമ്മൾ പാരലൽ പ്ലേറ്റ് മോഡൽ എന്നും പറയാറുണ്ട്. ഹെൽംഹോൾട്സ് മോഡലിൽ ഇലക്ട്രിഫൈഡ് ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഷീറ്റ്സ് ഓഫ് ചാർജ്, one on the electrode and other on the solution side. So both are equal. നമ്മൾ ഇങ്ങനെ ഒരു electrode side, this is electrode side is having negative charges, then in the opposite side in the solution phase there will be equal positive charges. അപ്പോൾ ഈ ചാർജ് എന്ന് പറയുന്ന ചാർജ് ഡെൻസിറ്റീസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. The drop of the potential എന്ന് പറയുന്നത് they are represented as by a graph. ഇത് നമ്മൾ ഔട്ടർ ഹെൽംഹോൾട്സ് പ്ലെയിൻ എന്ന് പറയും, OHP. ഔട്ടർ ഹെൽംഹോൾട്സ് പ്ലെയിൻ അല്ലെങ്കിൽ OHP എന്ന് പറയാറുണ്ട്. ഇത് OHP. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ഒരു ലീനിയർ ഫോൾ, ഒന്നീ ഇങ്ങനെയും വരയ്ക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം നിങ്ങൾക്ക്. ഓക്കെ, ലീനിയർ ഫോൾ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. ദിസ് ഈസ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഹെൽംഹോൾട്സ് മോഡലാണ്. So once the electrical equivalence between the electrical interface and the capacitor is postulated, the electrostatic theory of capacitor can be used for the double layers. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞത് പാരലൽ പ്ലേറ്റ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ ബിഹേവിയർ ആണ് ഈ ഇലക്ട്രോലൈറ്റ് ഇന്റർഫേസിനുള്ളത്. സോ നമുക്ക് കപ്പാസിറ്ററിന്റെ തിയറി നമുക്ക് ഇവിടെ അപ്ലിക്കബിൾ ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to, നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ ഡിറൈവ് ചെയ്തതൊക്കെയാണ് കപ്പാസിറ്ററിന്റെ എക്സ്പ്രഷൻ, D/ε/ε0 Qn, where D എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. Epsilon is the dielectric constant. And ε0 is the permittivity of free space.
ഇതിൻ്റെ വാല്യൂസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ capacitance is equal to dq by dv ആണ് capacitance എന്ന് പറയുന്നത്. So this is equal to epsilon 0 divided by d. So epsilon and d are constants for a particular model എന്ന് പറയുമ്പോഴത്തേക്ക് epsilon d എന്ന് പറയുന്നത് is a constant. So parallel plate model predicts a constant capacity that does not change with the potential. അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ മാറുന്നതനുസരിച്ച് ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ഇതിന്റെ കപ്പാസിറ്റി നമ്മൾ കപ്പാസിറ്റൻസ് ഡെറൈവ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയത് epsilon 0 divided by d ആണ്. സോ ആണർ കോൺസ്റ്റന്റ്. സോ capacitance behavior എന്ന് പറയുന്നത് it is a constant for this model. അപ്പോൾ ഈ മോഡലിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജസ് ഓൺ ദ പ്ലേറ്റ്. അപ്പോൾ പാരലൽ പ്ലേറ്റ്സിലെ ഫിക്സഡ് ചാർജസ് ഇറ്റ് ഇസ് എ ഡ്രോബാക്ക്. അതുപോലെ ഇറ്റ് ഇസ് എ റിജിഡ് മോഡൽ. lack of freedom for ionic mobility. Lack of freedom for ionic mobility. And these are the drawbacks for this model. So this is Helmholtz model ആണ്. Helmholtz model എന്ന് പറയുന്നത് it is also known as a parallel plate capacitor model. So it consists of two layers. രണ്ട് layers പറയുന്നുള്ളൂ. One is on the electrode surface and other is on the electrolyte surface. അപ്പം ഇലക്ട്രോഡ് സർഫസിലുള്ള ചാർജസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ആണ് സൊല്യൂഷൻ ഫേസിലുള്ളത്. സോ there is an electrical neutrality at the electrolyte interface. So the potential difference falling across this interface is linear because of this parallel plate appearance. Since this model is having a capacity behavior, we can apply the theory of capacitance here. So potential difference for a capacitance V is equal to നമുക്കറിയാം d by epsilon 0 into qm. d എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. epsilon 0 ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. qm ചാർജ്. സോ c എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം dq by dv ആണ്. സോ ദിസ് ഗിവ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി the double layer behaves like a constant with a constant capacitive behavior without any change in the potential difference. According to this theory, there is the electrolyte interface behaves like a parallel plate capacitor and it is having a rigid behavior. But these are some of the drawbacks of this theory. It is having fixed charges. It does not allow the ionic mobility of the ions. Also, rigid structure. So these are some of the drawbacks. അപ്പോൾ ഇത് നമ്മുടെ ഹെൽംഹോൾട്ട്സ് മോഡലാണ് ഈ തിയറി പറയുന്നത്. അപ്പോൾ അതിൽ രണ്ട് ലെയറേ പറയുന്നുള്ളൂ. ഒന്ന് ഫിക്സഡ് ലെയർ, അതുകൊണ്ട് സൊല്യൂഷൻ ഫേസിലുള്ളതിന് നമ്മൾ ഔട്ടർ ഹെൽംഹോൾട്ട്സ് ലെയർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഗോയി ചാപ്മാൻ മോഡലാണ്. ഗോയി ചാപ്മാൻ അല്ലെങ്കിൽ ഡിഫ്യൂസ് ചാർജ് മോഡൽ എന്നും പറയും. The excess charge density on the OHP is not equivalent to that on the metal. So according to this model, അപ്പോൾ ഈ മോഡൽ പറയുന്നത് ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ മോഡലിന് എഗനിസ്റ്റ് ആയിട്ടായിരുന്നു ഗോയി ചാപ്മാൻ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ എക്സസ് ചാർജ് ഡെൻസിറ്റി ഓൺ ദ OHP ഇസ് നോട്ട് ഈക്വൽ. അപ്പോൾ സൊല്യൂഷൻ ഫേസിലുള്ളത് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ദാറ്റ് ഓൺ ദ മെറ്റൽ സർഫസ് ബട്ട് ഈസ് ലെസ്. സം ഓഫ് ദ സോൾവേറ്റഡ് അയോൺസ് ലീവ് ദെയർ second row seats and random walk in the solution.
അപ്പോൾ ഇലക്ട്രോഡ് സർഫസിലുള്ള പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ചാർജ് ഡെൻസിറ്റി അല്ല സൊല്യൂഷൻ ഫേസിലുള്ളത്. അതിന് പകരം ഈ സോൾവെന്റ് മോളിക്യൂൾസ് കുറെ അതിൻ്റെ ഇടയിൽ കയറി വരും. ബട്ട് സംവാട്ട് ലെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സം ഓഫ് ദ സോൾവേറ്റഡ് അയോൺസ് ലീവ് ദ സെക്കൻഡ് റോ സീസ് ആൻഡ് റാൻഡം വാക്ക് ഇൻ ടു ദ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ഈ സൊല്യൂഷൻ ഫേസിലോട്ട് ഈ സെക്കൻഡ് റോയിൽ ഫിക്സഡ് ആയിട്ടിരുന്നത് സൊല്യൂഷൻ ഫേസിലോട്ട് പോയി എന്നാണ് ഗോയി-ചാപ്മാൻ മോഡൽ പറയുന്നത്. The excess charge density in the solution decreases with the distance from the electrode. അപ്പോൾ ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി fall എന്ന് പറയുന്നത് it is like this. മറ്റതിൽ ലീനിയർ വേയിലായിരുന്നെങ്കിൽ it is like this. The charge density Q. Thus the corresponding field or potential gradient for this electrode എന്ന് പറയുന്നത് d psi by dx is equal to minus 8 kt C0 by epsilon into epsilon 0 the whole raised to 1 by 2 sin h z E0 psi x by 2 kt. Where C എന്ന് പറയുന്നത് it is the concentration of a species. നമ്മൾ എടുത്തിട്ടുള്ള C എന്ന് പറയുന്നത് concentration of the ith species. Epsilon എന്ന് പറയുന്നത് dielectric constant of the solution. Epsilon 0 എന്ന് പറയുന്നത് permittivity of space ആണ്. Psi x എന്ന് പറയുന്നത് outer potential difference at a point x from the electrode and the bulk of the solution. അപ്പോൾ ഈ തിയറി എന്ന് പറയുന്നത് ഒരു ഡിഫ്യൂസ് മോഡലാണ് കൊണ്ടുവന്നത്. ഡിഫ്യൂസ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മൊത്തത്തിലുണ്ട്. അവിടെ മറ്റേതാണ് നമ്മൾ ഫിക്സഡ് ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഇവിടെ സെക്കൻഡ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മെറ്റൽ ഫേസിനുള്ളതിനെക്കാട്ടിയും കുറച്ച് കുറവാണ്. ഈ സെക്കൻഡ് റോയിലുള്ള ചാർജസ് ദാറ്റ് ഈസ് ലീക്ക് ഇൻ ടു ദ ബൾക്ക് ഫേസ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ് ഇത്. ഇതിൻ്റെ ഡിഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ നെഗ്ലക്ട്സ് ion-ion interactions. Ions were considered as point charges. Dielectric constant is not considered between electrode and bulk solution. അപ്പോൾ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡയലക്ട്രിക് കോൺസ്റ്റന്റ് നമ്മുടെ ഇലക്ട്രോഡിന്റെയും ബൾക്ക് സൊല്യൂഷന്റെയും കൺസിഡർ ചെയ്തിട്ടില്ല. Electrode and okay. This is the second model. Third model എന്ന് പറയുന്നത് Stern model. ഇത് രണ്ട് മോഡലിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് സ്റ്റേൺ മോഡൽ എന്ന് പറയുന്നത്. അപ്പം ദിസ് മോഡൽ എലിമിനേറ്റ്സ് ദ പോയിന്റ് ചാർജ് അപ്രോക്സിമേഷൻ ഇൻ ഡിഫ്യൂസ് ചാർജ് ലെയർ ആൻഡ് അയോൺ സെന്റേഴ്സ് ആസ് ടേക്കൺ as not coming closer than a certain distance from the electrode. അപ്പോൾ അയോൺ സെന്റേഴ്സ് എന്ന് പറയുന്നത് not coming closer than a certain distance a from the electrode. The Stern theory considers the solution phase into two contributions. According to Stern theory, one part എന്ന് പറയുന്നത് solution is immobilized very close to the electrode surface. ഇവിടെ Stern model എന്ന് പറയുന്നത് രണ്ട് പാർട്ടായിട്ടാണ്. ഒന്ന് ഫിക്സഡ് പ്ലേറ്റും കാണും, ഡിഫ്യൂസ് മോഡലും കാണും. അപ്പോൾ രണ്ട് തിയറിയുടെ ഒരു കോമ്പിനേഷൻ ആണ് സ്റ്റേൺ മോഡൽ കൊണ്ടുവന്നത്. സോ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് ഡിഫ്യൂസ് മോഡലും. This is the Stern model.
And the potential difference between these two layers is expressed as first linear, then it is decreasing like this. So according to Stern pressure, part of charge QS on the solution is immobilized very close to the electrode in OHP. That is QH. ഈ ലെയർ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. And remainder is deeply diffused into the solution. That is QG. ഇത് ഹെൽമോൺസിന്റെ ചാർജും ഇത് ഗോയി-ചാപ്മാന്റെ ചാർജുമാണ്. സോ QS എന്ന് പറയുന്നത് it is a contribution from QH and QG. When the charges are separated, the potential drop results, and the Stern model implies a two potential drops. That is psi m minus psi bulk is equal to psi m minus psi h plus psi h minus psi bulk. അപ്പോൾ രണ്ട് രീതിയിലുള്ള സെപ്പറേഷൻ ആണ്. ഒന്ന് ഹെൽമോൺസ് ലെയർ വരെയും പിന്നെ ഹെൽമോൺസ് തൊട്ട് ബൾക്ക് വരെയും. സോ ദിസ് ഈസ് ലൈക്ക് ടു കപ്പാസിറ്റേഴ്സ്. ഈ മോഡല് രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തതിന്റെ ഇക്വലന്റ് ആയിട്ട് കൊണ്ടുവന്നത്. സോ ദിസ് കപ്പാസിറ്റൻസ് 1/C is equal to 1/CH plus 1/CG. So this is a Stern model. So Stern model പറയുന്നത് it consists of two parts. One layer is a fixed and other layer is a diffuse one. So this is having a contribution from the Helmholtz model and the Gouy-Chapman model. So QS എന്ന് പറയുന്നത് QH plus QG. ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്ന് മെറ്റൽ തൊട്ട് ഹെൽമോൺസ് ലെയർ വരെയും ഇത് തൊട്ട് ഇതുവരെയും പിന്നെ ഇത് തൊട്ട് ഇതുവരെയും. അങ്ങനെയാണ് psi m minus psi h plus psi h minus psi bulk എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ ലൈക്ക് മോഡലാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമുക്കറിയാം പാരലൽ ആയിട്ട് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്താൽ 1/C is equal to 1/CH plus 1/CG ഇങ്ങനെ നമ്മൾ എടുക്കുന്നത്. So this is a Stern model. So these are the three models for electrical double layer. Okay, thank you. അപ്പോൾ ഇതിന്റെ നോട്ട്സ് ഞാൻ അയച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ ക്ലാസ്സിൽ എടുത്ത് നോട്ട്സ് ഒന്ന് നോക്കുക.